Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് ഇതിന് സൈഡ് ഡിഷ് ഒന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് ഡിഷും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നമ്മുടെ റവ പഴംപുട്ട്, പലപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്നത് റവ പുട്ടല്ലേ. റവ പുട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പിന്നെ പഴംപുട്ട് നമ്മൾ കൂടുതൽ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയിലാണ്. പക്ഷെ റവയിൽ പഴംപുട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കണ്ടു നോക്കിയിട്ട്, ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ റവ പഴംപുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവയാണ് കേട്ടോ. റോസ്റ്റഡ് റവയാണ് എടുക്കുന്നതെങ്കിൽ 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. നിങ്ങൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു വലിയ ഏത്തപ്പഴമാണ്. ചെറിയ ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ 1.5 ഏത്തപ്പഴം എടുക്കുക. വലിയ ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ 1 ഏത്തപ്പഴം എടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയതാണ്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പിൽ മേലെ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിന് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല. നമുക്ക് എത്രത്തോളം തേങ്ങ ചേർക്കണോ അതനുസരിച്ച് ചേർക്കാം. ചിലർക്ക് തേങ്ങ അധികം ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ചെറിയ അളവിൽ ചേർക്കുക. അപ്പോൾ ആദ്യം നമ്മൾ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നതെങ്കിലും ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ പുട്ടുപൊടി നനച്ചെടുക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ റവ പുട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. ഇല്ലെങ്കിൽ റവ പുട്ട് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നമുക്ക് ആദ്യം റവ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റവ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ റവ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, റവ റോസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്, ഇത് തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് റവ തലേ ദിവസം റോസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കണം. തലേ ദിവസമാണ് റവ റോസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്തിട്ട് വേണം പൊടി നനച്ചെടുക്കാനായിട്ട്. നമ്മളപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് പൊടി നനച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ നനച്ചെടുക്കാം. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ ഞാനൊരു 2 മിനിറ്റ് റവയൊന്ന് ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ റവ എപ്പോഴും റോസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ഉപ്പുമാവിനാണെങ്കിലും അതുപോലെ തന്നെ പുട്ടിനാണെങ്കിലും എന്തിനാണെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ലൊരു മണം വരും റവ റോസ്റ്റ് ആകുമ്പോൾ. ആ ഒരു മണം വരുന്നത് വരെ നമ്മളൊന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു റവ പുട്ടെന്ന് പറയുമ്പോൾ പ്യുവർ വൈറ്റ് കളർ ആയിരിക്കില്ല കേട്ടോ. റവ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ റവയുടെ കളർ ഒരു ഐവറി ഷെയ്ഡായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പുട്ടിന് ഒരു ഐവറി ഷെയ്ഡായിരിക്കും വരുന്നത്. റവ പുട്ടിന് 2 രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ അതിൽ തന്നെ 2 രീതി ഉണ്ടാക്കാം. നമുക്ക് ഇടയ്ക്ക് പഴം ഇട്ട് കൊടുത്തിട്ടും ഇല്ലാതെ ഞാൻ മിക്സ് ചെയ്ത് ചെയ്യുന്ന പോലെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടികളുടെ ഉള്ളിലേക്ക് നമ്മൾ ആ പഴം എടുത്ത് മാറ്റാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടികളെ പഴം കഴിച്ചോളും. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് ആവട്ടെ. കൈ എടുക്കാതെ ഇളക്കണം. ഇതുപോലെ പരന്ന പാനാണ് നമുക്ക് റവ റോസ്റ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മുടെ റവ റോസ്റ്റ് ചെയ്തിട്ട് 2 മിനിറ്റ് ആയി. ഞാനിത് ചൂടോടുകൂടി തന്നെ വേറൊരു ബൗളിലേക്ക് മാറ്റണം. നമ്മൾ ഏത് ബൗളിലാണോ പുട്ടുപൊടി നനയ്ക്കുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് സാധാരണ പുട്ടിലെ ചേർക്കുന്ന പോലെ തന്നെ ഉപ്പും. റവ കാണുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, പക്ഷേ സോക്കായി വരുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലുണ്ടാവും. അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. റവ പുട്ടിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് പഞ്ചസാരയാണ്. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ ചൂടിലേക്ക് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. വെള്ളം ഓരോ ബ്രാൻഡ് റവ അനുസരിച്ചും റവയുടെ വറവ് അനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ ഇത്ര അളവ് വെള്ളം എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പുട്ടുപൊടിയുടെ കൺസിസ്റ്റൻസി അറിയാവുന്നതാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് റവയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വയ്ക്കാം. ചിലപ്പോൾ 1/2 കപ്പ് എന്നുള്ളത് 3/4 കപ്പ് വരെ വെള്ളം വേണ്ടി വരും ചില റവയ്ക്ക്. അപ്പോൾ ആ ഒരു റവയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വേണ്ടി വരും. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടാണ് ഞാനൊന്ന് അടച്ചു വയ്ക്കാൻ പോകുന്നത്. ഇത് ഈ ചൂടോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ തലേ ദിവസം വറുത്ത് വെച്ചിരിക്കുന്ന റവയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചൂട് റവയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് തണുത്തിരിക്കുന്ന റവയാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. അടച്ചു തന്നെ വയ്ക്കണം, അല്ലെങ്കിൽ വേഗം തന്നെ ഡ്രൈ ആയിപ്പോവും. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. കട്ടയൊക്കെയുള്ളതൊന്ന് ഉടച്ചെടുക്കുക. കുറച്ച് സമയം എടുക്കും നമ്മളൊന്ന് നന്നായിട്ട് ഉടച്ച് എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ റവ ഇതുപോലെ നമ്മൾ കട്ടയൊക്കെ ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. തേങ്ങ ചേർത്തിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ചിലർക്ക് ഇതുപോലെ ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്റ്റേജ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊക്കെ ഒരുപാട് തേങ്ങയൊന്നും ചേർക്കണ്ട, കുറച്ച് തേങ്ങ മതി. തേങ്ങ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇത് നമ്മൾ തുറന്നു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമ്മൾ പൊടി എടുത്ത് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ള പൊടി വീണ്ടും അടച്ചു വയ്ക്കുക കേട്ടോ. തുറന്ന് വയ്ക്കരുത്. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഡ്രൈ ആയി പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നനച്ചെടുക്കുക. അല്ലാതെ വെള്ളം വല്ലാതെ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ റവ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മൾ മാക്സിമം അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ, ആ പഴത്തിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. പഴം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറുകെ കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പഴം ഇങ്ങനെ ചേർക്കുന്നത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്ന പോലെ മാത്രം ഇട്ട് കൊടുത്തിട്ടും ഈ ഒരു പുട്ട് തയ്യാറാക്കാം. പക്ഷേ ഇങ്ങനെ കൊടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. 2 രീതിയിലും പുട്ടുണ്ടാക്കാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ രീതിയാണ് കൂടുതൽ ബെറ്റർ. അപ്പോൾ പഴവും തേങ്ങയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് മാറ്റാം. ഇതിന് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഇത് വെറുതെ കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ റവയിൽ നമ്മൾ ചെറിയൊരളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ആ റവ പുട്ടിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട്. പിന്നെ പഴമൊക്കെ കുക്കായി വരുമ്പോൾ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു കറികളുടെയും അതുപോലെ തന്നെ ഒരു സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിനി നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്യാം. ആദ്യം നമ്മൾ സാധാരണ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പഴം ഇട്ട് കൊടുക്കുക. ഇത് ആവി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പഴവും എല്ലാം മിക്സ് ആയിരിക്കുന്നത് കൊണ്ട് പഴമൊക്കെ കുക്കായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി വരില്ല, മറ്റുള്ള പുട്ടിനൊക്കെ ആവി വരുന്ന പോലെ. ഇനി നമുക്ക് വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് എത്ര ലെയർ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. വീണ്ടും കുറച്ച് പഴം ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടിയും പഴവും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ റവ പുട്ട് ഉണ്ടാക്കാറുണ്ടോ, റവ പഴം പുട്ട് ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ. റവയും പഴമൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് ഈ ഒരു പുട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മേളിൽ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്യരുത്. ഇതുപോലെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും പഴം ആദ്യം ഇട്ട് കൊടുക്കുക.
പഴത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കഴിക്കാനുള്ള പുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തിളച്ച് കഴിഞ്ഞിട്ട്, വെള്ളം പുട്ടുകുറ്റിയിൽ തിളച്ച് കഴിഞ്ഞിട്ട്, പുട്ടുകുറ്റിയല്ല കേട്ടോ, നമ്മുടെ പുട്ടുകുടത്തിൽ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ആവി കയറണം. അതിനുശേഷം മാത്രമേ നമ്മൾ പുട്ട് കുത്തിയെടുക്കാൻ പാടുള്ളൂ. 5 മിനിറ്റ് ആവി കയറിയാലേ നമ്മുടെ പഴവും റവയും എല്ലാം കറക്റ്റായിട്ട് കുക്കായി വരുള്ളൂ. നമ്മൾ ഇടയ്ക്കിട്ടിരിക്കുന്ന പഴമാണെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമാണെങ്കിലും ഒക്കെ കുക്കായി വരണം എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് സമയമെടുക്കും. അപ്പോൾ ഇനി ഞാനിത് കുക്ക് ചെയ്തെടുക്കട്ടെ, അതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇതാ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റവ ആയതുകൊണ്ട് റവയ്ക്ക് ചെറിയൊരു പശയുണ്ടല്ലോ, അതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോവില്ല. പിന്നെ നിങ്ങൾക്ക് 2-3 പീസുകളായിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പഴവും തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലെയറല്ലേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ റവ പുട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി കുട്ടികൾക്കും കൊടുക്കൂ, വീട്ടിലെല്ലാവർക്കും കൊടുക്കൂ. അതിനുശേഷം ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ റെസിപ്പി കാണുമ്പോൾ തന്നെ, ഉണ്ടാക്കുന്ന രീതി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.